ഇപ്പോൾ രാവിലെ ഇഡലിക്ക് ഞാനവിടെ ഒഴിച്ച് വെച്ചു. പിന്നെ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഒരാൾക്ക് ടിഫിൻ മതിയല്ലേ. അപ്പം പിന്നെ പ്രീസമോന് ഇനിയിപ്പോൾ അവധിയല്ലേ. അപ്പോൾ പോളിന് ടിഫിന് വേറെ വല്ലതും ഉണ്ടാക്കാമെന്ന് വെച്ച്. ഇപ്പോൾ പോളിന് കൊടുത്തു വിടാൻ ഞാൻ ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ സ്ലൈസ് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഇത് പല രീതിയിൽ ചെയ്യും. മുട്ട ആദ്യം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ബ്രെഡ് വയ്ക്കാം, ഇങ്ങനെ ചെയ്യാം. അപ്പം ഇത് ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെയൊക്കെയുള്ള കിസ്മത്ത് പണികൾ യുവമാർക്ക് ഇഷ്ടമല്ലേ. അപ്പം ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി ടൊമാറ്റോയും സവാളയും അരിഞ്ഞ് ഉപ്പും ചേർത്ത് ഇത്തിരി കുരുമുളകും ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഐസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറഞ്ഞു അടിപൊളിയായിരുന്നു മമ്മി, ഇങ്ങനെ ഉണ്ടാക്കി തന്നാൽ മതിയെന്ന്. കുറച്ച് നാൾ ഇനി ഇതിൻ്റെ പുറകെ ആയിരിക്കും. അടിയിൽ ഇങ്ങനെ ബ്രെഡ് വെച്ചത് കൊണ്ട് തീ ഏറ്റവും കുറച്ചിട്ടേക്കുവാണ് കേട്ടോ, അല്ലെങ്കിൽ ബ്രെഡ് കരിഞ്ഞു പോകും. അതേസമയം മുട്ടയാണ് അടിയിൽ കിടക്കുന്നതെങ്കിൽ അത്രയും കുഴപ്പമില്ല. തീ ഏറ്റവും കുറച്ചിട്ടിട്ട് ഞാനിതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം സൈഡിലൊക്കെ ഒരു ഇച്ചിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊന്ന് തിരിച്ചിടാൻ വേണ്ടി ഇങ്ങനെ പാത്രം മുകളിൽ വെച്ച് അതൊന്ന് പാത്രത്തിൽ തട്ടിയിട്ടിട്ട് പിന്നെ തവയിലോട്ട് വീണ്ടും ഇട്ട് ആ സൈഡൂടെ ഒന്ന് വേവിക്കുക. അന്നേരം ഇച്ചിരി ആ മുകളിലുള്ള സവാളയും ടൊമാറ്റോയൊക്കെ ഒന്ന് ഇളകി പോകും, സാരമില്ല. അപ്പം ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് ഇത് തട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഇഡലി സാമ്പാറും വേണ്ടിയവർക്ക് ഇഡലി സാമ്പാറും ദോശയും സാമ്പാറും വേണ്ടിയവർക്ക് ദോശയും സാമ്പാറും. ഇപ്പോൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചപ്പാത്തിക്ക് വെണ്ടയ്ക്കയും ഉരുളൻകിഴങ്ങും ഒരു ടൊമാറ്റോയും ഇട്ടൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയായിരുന്നു. അതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് മിക്സ് വെജിറ്റബിൾ മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം പാൻ വെച്ച് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ കോളിഫ്ലവർ ഇതിൽ ചേർക്കുന്നുണ്ട്. ആ കോളിഫ്ലവർ കുറച്ചൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പച്ചക്കിടുന്നതിനേക്കാൾ ഇങ്ങനെ ചെയ്യുന്നതാണ് കുറേയും കൂടെ നല്ലത്. അപ്പോൾ അത് ഇച്ചിരി നേരം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ അതിങ്ങനെ കോരിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ പാനിൽ ഞാൻ ഒരു വലിയ സവാള ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.25 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇതിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാമേ. ഇച്ചിരി നേരം ഞാനിതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. മസാലയുടെയൊക്കെ പച്ചമണം പോകണമെങ്കിൽ ഞാൻ ഇതിലേക്ക് 3 ഉരുളൻകിഴങ്ങ്, കുറച്ച് മട്ടർ, എൻ്റെ കയ്യിൽ 2 നീളത്തിലുള്ള വഴുതനങ്ങ ഉണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. വഴുതനങ്ങ അരിഞ്ഞിട്ട് വെള്ളത്തിലിടണം, അല്ലെങ്കിൽ അതൊന്ന് കറുത്ത് വരും. എന്നിട്ട് ഒരു വലിയ ടൊമാറ്റോ, എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇത് പാത്രം അടിക്ക് പിടിക്കുന്നതായതുകൊണ്ട് ഞാനൊരു ഇച്ചിണിയും വെള്ളം ഒഴിച്ച് കൊടുത്തതാണ്. എന്നിട്ട് അത് അടച്ച് വെച്ച് ആവി കിടന്നൊന്ന് വേവട്ടെ. അപ്പം മുക്കാലും നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വറുത്ത ആ കോളിഫ്ലവറോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പം ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. ഞാനിപ്പം വെളിച്ചെണ്ണയിലല്ല ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മിക്സ് വെജിറ്റബിൾ മസാല റെഡി ആയിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ.